അസ്സലാമു അലൈക്കും. ഞാനൊന്ന് ചോദിച്ചോട്ടെ? ഞാൻ ഞാൻ നിങ്ങൾക്ക് ശരിക്കും ആരാണ്? എല്ലാവരും ഉപേക്ഷിച്ചിട്ടും എന്നെ എന്തിനാണ് നിങ്ങൾ സംരക്ഷിച്ചത്? വിട്ടുകളയാമായിരുന്നില്ലേ? എന്നിട്ടും റസിയ ഹൃദയത്തിൽ വീർപ്പ് മുട്ടിയ ചോദ്യം അവനോട് തുറന്നു ചോദിച്ചു. ഷിബിലിയുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. പെണ്ണേ, നീ ആരാണെന്ന് ചോദിച്ചാൽ അതിന് വ്യക്തമായൊരു ഉത്തരം വേണമെങ്കിൽ നീ പൂർണ്ണമായും നിസാമിൽ നിന്ന് മോചിതയാകണം പെണ്ണേ. നിയമപ്രകാരം ഇപ്പോഴും മറ്റൊരാളുടെ ഭാര്യ ആയിരിക്കെ നിന്നെ സ്വന്തമാക്കണമെന്നും ഇനിയുള്ള കാലം മുഴുവനും എൻ്റെ മോളുട്ടിയുടെ ഉമ്മയായി എൻ്റെ റാണിയായും വായിക്കണമെന്നുമൊക്കെ ആഗ്രഹിക്കുന്നത് തെറ്റ് തന്നെയാണെന്ന് എനിക്കറിയാം. അവനൊരു കള്ളച്ചിരിയോടെ പറയുമ്പോൾ മനസ്സിലാവാതെ റസിയയുടെ മുഖം ചുളിഞ്ഞു. എന്താ പെണ്ണേ, നിനക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? തന്നെ ഇഷ്ടമാണെനിക്ക്. അതിൻ്റെ ആഴമോ പരിപ്പോ വ്യക്തമാക്കാനൊന്നും എനിക്കറിയില്ല. ഒന്നെനിക്കറിയാം, എൻ്റെ ദച്ചു പോയതിനു ശേഷം എൻ്റെ ഹൃദയത്തിൽ മറ്റൊരു പെണ്ണിനെ ഞാൻ ഇടം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തനിക്ക് മാത്രമാണ് റസിയ. ഷിബിലി അവൻ്റെ ഹൃദയം അവൾക്ക് മുമ്പിൽ തുറന്നുകാട്ടി. അവൻ പറയുന്നത് കേട്ട് റസിയയുടെ ഉള്ളം തുളുമ്പിത്തുടിച്ചു. അവളുടെ ചുണ്ടുകൾ അറിയാതെ വിടർന്നു. ഭംഗിയുള്ളൊരു പുഞ്ചിരി പൊഴിച്ചു. ദച്ചുവിൻ്റെ വേർപാടിൽ തനിച്ചായി പോയിരുന്നു ഞാനും എൻ്റെ മോളും. വലിയൊരു ദുഃഖത്തിൽ നിന്ന് കരകയറാൻ എന്നെയും എൻ്റെ മോളെയും സഹായിച്ചത് നീയാണ്. ഇന്ന് എല്ലാം മറന്ന് ഞങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടെങ്കിലേ അത് നീ കാരണമാണ്. താൻ എൻ്റെ ജീവിതത്തിലേക്ക് വന്നത് മുതലാണ് എനിക്ക് വീണ്ടും ജീവിക്കാൻ കൊതി തോന്നി തുടങ്ങിയത്. ഇനി താൻ എന്നോട് ചോദിച്ച ചോദ്യം ഞാൻ തിരിച്ചു ചോദിച്ചോട്ടെ? തനിക്ക് ഞാൻ ആരാണ്? അവളിൽ നിന്ന് നല്ലൊരു മറുപടിക്ക് വേണ്ടി കാതോർത്ത് കൊണ്ടവൻ അവളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി, ഒത്തിരി ആകാംക്ഷയോടെ. റസിയ കുറച്ചു നേരത്തേക്ക് മൗനമായത് കണ്ട് ഷിബിലിയുടെ മുഖം മങ്ങി. എന്താ, റസിയക്ക് എന്നെ ഇഷ്ടമല്ലേ? ഷിബിക്ക എനിക്ക് ആരാണെന്നതിന് ഒറ്റ വാക്കിൽ ഉത്തരം തരാൻ എനിക്ക് കഴിയില്ല. ഒറ്റക്കായി എന്ന് തോന്നിയെടുത്ത് ഞാൻ ക്ഷണിക്കാതെ വന്നെൻ്റെ കൈ പിടിച്ചവനാണ് നിങ്ങൾ. ഒന്ന് നോക്കിയാൽ ഞാൻ കാരണം നിങ്ങൾക്കും വേദനിക്കേണ്ടി വന്നിട്ടുണ്ട്. നിങ്ങളെന്നെ സഹായിച്ചില്ലായിരുന്നെങ്കിൽ, എൻ്റെ സംരക്ഷണം ഏറ്റെടുത്തിട്ടില്ലായിരുന്നെങ്കിൽ ഇന്നൊരു പക്ഷെ ഞാനും എൻ്റെ ഉള്ളിൽ തുടിക്കുന്ന ജീവനും ചിലപ്പോൾ ഈ ഭൂമിക്ക് മുകളിൽ ഉണ്ടാവില്ലായിരുന്നു. ഒരു കുപ്പി വിഷത്തിലോ ഒരു തുണ്ട് കയറിലോ റിസയ എന്ന അധ്യായം എന്നെ അവസാനിച്ചേനെ. വിധിയാണ് നിങ്ങളെ എന്നിലേക്ക് എത്തിച്ചത്. അവൾ പറഞ്ഞു തീരും മുൻപേ അവൻ്റെ ചൂണ്ടുവിരൽ അവളുടെ ചുണ്ടിന്മേൽ അമർന്നു. ഇനിയൊന്നും എനിക്ക് കേൾക്കേണ്ടെന്ന് അവൻ്റെ ഹൃദയം മന്ത്രിക്കും പോലെ. ആ വിധിയെ മുൻനിർത്തി ഞാൻ ചോദിക്കുകയാണ് റസിയ, നിസാമിൽ നിന്ന് പൂർണ്ണമായി മോചിതയാവുന്ന ദിവസം ഈ കഴുത്തിൽ എൻ്റെ പേര് കുത്തിയ പവിത്രമായ മഹർ ചാത്തി തന്നോട്ടെ ഞാൻ. തന്നെയും തൻ്റെ ഉള്ളിൽ വളരുന്ന ജീവൻ്റെ തുടുപ്പിനെയും സ്വന്തമാക്കി ഇനി എൻ്റേത് മാത്രമായി ഹൃദയത്തോട് ചേർത്ത് വെച്ചോട്ടെ ഞാൻ. എൻ്റേത് മാത്രമായി. ചോദിക്കുമ്പോൾ എന്തിനെന്നറിയാതെ അവൻ്റെ ചങ്കിടറി. സ്വരം വല്ലാതെ നേർത്തുപോയി. റസിയ നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ അവനെ നോക്കി. ആ നിമിഷം അവൻ്റെ കണ്ണുകളിലും നീർത്തിളക്കം അവൾക്ക് കാണാമായിരുന്നു. മറുപടി പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല അവൾക്ക്. സന്തോഷമാണോ സങ്കടമാണോ തന്നെ പൊതിയുന്ന വികാരം എന്നറിയാതെ നിന്നുപോയി അവൾ. ഷിബിലിയുടെ അവസ്ഥയും അതുതന്നെ. ഇരു ഹൃദയങ്ങളും ഒരുപോലെ തുടിച്ചേർന്ന നേരം. പെണ്ണേ, ഈ മൗനം സമ്മതമായി എടുക്കുകയാണ് ഞാൻ. ഇനി റസിയ എൻ്റേതാണ്. മറ്റൊന്നിനു വേണ്ടിയും നഷ്ടപ്പെടുത്തി കളയാത്ത എൻ്റെ ആത്മാവിനോളം ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ പെണ്ണ്. സ്നേഹിക്കുന്ന ഒരു പുരുഷന് മാത്രം പറയാൻ കഴിയുന്നത്ര ചങ്കുറപ്പോടെ അത് പറഞ്ഞവൻ പരിസരം പോലും മറന്ന് റസിയെ ചേർത്ത് പിടിച്ച് ആ നെറുകയിൽ നേർത്തൊരു ചുംബനം കൂടി നൽകി. അവളിൽ നിന്ന് അടർന്നു മാറും മുമ്പേ അവൻ്റെ കണ്ണുകളിൽ തുളുമ്പി നിന്നൊരു നീർത്തുള്ളി ഇറ്റുവീണ് അവളുടെ തട്ടത്തിനിടയിൽ ഒളിച്ചിരുന്നു. കിച്ചണിലേക്ക് വന്ന നഷ്വ ആ കാഴ്ച കണ്ട് അനക്കം പറ്റതുപോലെ കുറച്ചു നേരത്തേക്ക് ധരിച്ചു നിന്നുപോയി. നിമിഷനേരം കൊണ്ട് കണ്ണുനീർ വന്ന് മൂടി. മുന്നിലുള്ള കാഴ്ച അവൾക്ക് അവ്യക്തമായി. താൻ ഈ ലോകത്ത് ആദ്യമായി സ്നേഹിച്ച പുരുഷൻ, സ്വന്തമാകണമെന്ന് ആഗ്രഹിച്ച പുരുഷൻ ഇന്ന് മറ്റൊരാളുടെ സ്വന്തമാണെന്ന് അറിയുമ്പോൾ തോന്നുന്ന പ്രാണവേദന അവളുടെ നെഞ്ചിനെ നെരിച്ചു. ഇനിയും ആ കാഴ്ച കണ്ട് നിൽക്കാനുള്ള ശേഷിയില്ലാതെ നഷ്വ തിരിഞ്ഞു നടന്നു. രാവിലെ എണീറ്റതു മുതൽ ഷെറിന് ഒരു മന്ദതയാണ്. ഒന്നിനും ഒരു ഉന്മേഷം തോന്നുന്നില്ല. ഷെറിൻ മുറിക്ക് പുറത്തിറങ്ങാതെ ചുരുണ്ടുകൂടി ബെഡിൽ തന്നെ ഇരുന്നും കിടന്നും സമയം തള്ളി നീക്കി. 10 മണിയായപ്പോഴാണ് ഉമ്മ വന്ന് വിളിക്കുന്നത്. ഇന്ന് റംസാനും അവൻ്റെ ഉമ്മയും തന്നെ കാണാൻ വരുന്നുണ്ടെന്ന കാര്യം ഇന്നലെ 100 പ്രാവശ്യം പറഞ്ഞതാണെങ്കിലും എന്നും ഓർമ്മിപ്പിച്ചു.
ഉമ്മ നിർബന്ധിച്ച് വിളിച്ചത് കൊണ്ട് മാത്രമാണ് താഴെ വന്ന് പ്രാതൽ കഴിച്ചത്. മടുപ്പ് ഭക്ഷണത്തോടും തോന്നി തുടങ്ങിയിരിക്കുന്നു. ഉമ്മയെ ബോധിപ്പിക്കാൻ നുള്ളിപ്പുറക്കി ഒരു കുഞ്ഞൻ ഇഡ്ഡലിയാണ് കഴിച്ചത് വയറിലേക്ക് എത്തും മുമ്പേ ഛർദ്ദിച്ചു കളഞ്ഞു. ഉമ്മയുടെയും ഉപ്പയുടെയും കൂർത്ത നോട്ടം കണ്ട് ഭയന്ന് ഛർദ്ദിച്ചതിൻ്റെ കുറ്റം മുഴുവനും ഷവർമ്മയുടെ നെഞ്ചത്തേക്കിട്ടുവെങ്കിലും ഷെറിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു ആശങ്ക മുളച്ച് തുടങ്ങിയിരുന്നു. ഈ മാസം പീരിയഡ്സ് ആയിട്ടില്ല. കൃത്യമായൊരു ഡേറ്റ് ഇല്ലാത്തതുകൊണ്ട് അതത്ര ശ്രദ്ധിക്കാറില്ല. എന്നാലും ഈ മാസം ചുവന്ന അതിഥി വല്ലാതെ വൈകിപ്പോയെന്ന് മനസ്സിലായതും വലിയൊരു ഭയം തൻ്റെ നെഞ്ചിൽ കുമിഞ്ഞുകൂടി. അവളുടെ കൈ അടിവയറിൽ ഒന്നമർന്നു. അല്ലാ, ഞാൻ പ്രഗ്നൻ്റ് ആണോ? ആ ദുഷ്ടൻ്റെ കുഞ്ഞ് വയറ്റിൽ വളർന്നത് കൊണ്ടാണോ എനിക്ക് ഇങ്ങനെയൊക്കെ? ഷെറിൻ വേഗം ഫോണെടുത്ത് റിൻഷയുടെ നമ്പർ തിരിഞ്ഞു. 2 റിങ്ങിൽ റിൻഷ ഫോണെടുത്തു. റിനോ, എനിക്ക് ഒട്ടും വയ്യടാ. ആകെ ഒരു ക്ഷീണം, കൈയും കാലുമൊക്കെ കുഴഞ്ഞു വെറുക്കുക. ഈ മാസം എനിക്ക് മെൻസസ് ആയിട്ടില്ലെന്ന് ഞാൻ ഇപ്പോഴാണ് ഓർത്തത്. എനിക്കാകെ പേടിയാവുന്നുണ്ടടാ. ഇനിയിപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കോ? റിൻഷ ഇങ്ങോട്ട് എന്തെങ്കിലും പറയാൻ മുമ്പ് ഷെറിൻ പറഞ്ഞു. ഷെറിൻ, അതിന് നിങ്ങൾ തമ്മിൽ? റിൻഷ നെട്ടിലൂടെ ചോദിച്ചു. ഷെറിൻ്റെ മൗനത്തിൽ തന്നെയുണ്ടായിരുന്നു അതിനുള്ള മറുപടി. നീ ഇത്ര മണ്ടിയാണോ ഷെറിൻ? കാമുകനുമായി സുഖിക്കുമ്പോഴേ വരാനിരിക്കുന്ന നിന്റെ ഭാവിയെ കണക്കിലെടുത്തെങ്കിലും നിനക്ക് ശ്രദ്ധിച്ചൂടായിരുന്നോ? വല്ലാത്തൊരു മനുഷ്യൻ തന്നെ. പല ബ്രാൻഡിലുള്ള കോണ്ടംസ് അല്ലെങ്കിൽ ആഫ്റ്റർ പിൽസൊക്കെ ലഭ്യമാണ്. ഇതൊന്നും ഉപയോഗിക്കാതെയാണോ നീ? റിൻഷയ്ക്ക് വല്ലാതെ അങ്ങ് ദേഷ്യം വന്നു. സോറി റിനു, ഞാൻ തെറ്റ് പറ്റിപ്പോയി. നീ എന്നെ വഴക്ക് പറയരുത്. ഷെറിൻ കരച്ചിലിൻ്റെ വക്കിലേക്കെത്തി. പിന്നെ ഇനിയിപ്പോൾ മൂങ്ങിയിട്ട് എന്താ കാര്യം? തൽക്കാലത്തേക്ക് ആർക്കൊരു സംശയത്തിന് ഇട കൊടുക്കേണ്ട നീ. ആദ്യം നീ ഒരു ഡോക്ടറെ കണ്ട് പോസിറ്റീവ് ആണെന്ന് ഉറപ്പിക്ക്. അതിനുശേഷം ആലോചിക്കാം എന്ത് ചെയ്യണമെന്ന്, റിൻഷ സാവധാനം പറഞ്ഞു. ഉച്ചയോടെ റംസാനും അവൻ്റെ ഉമ്മയും ഷെറിൻ്റെ വീട്ടിലേക്ക് എത്തിയിരുന്നു. റംസാനെ കാണാൻ നിസാമിൻ്റെ അത്ര ഭംഗിയൊന്നുമില്ല. ഇരുണ്ട നിറമാണ് അവന്. മനുഷ്യൻ്റെ തൊലി വെളുപ്പിലോ സൗന്ദര്യത്തിലോ ഒന്നും ഒരു കാര്യവുമില്ലെന്ന് ഷെറിൻ പഠിച്ചു കഴിഞ്ഞതാണല്ലോ. അതുകൊണ്ട് അവൻ്റെ നിറമൊന്നും അവൾക്ക് പ്രശ്നമായി തോന്നിയില്ല. ഉമ്മ പറഞ്ഞതുപോലെ അവൻ്റെ ഇഷ്ടം പഠിച്ചു പറ്റാൻ തന്നെക്കൊണ്ട് ആവും പോലെ അവൻ്റെ മുമ്പിൽ അഭിനയിച്ചു തകർത്തു ഷെറിൻ. കൺഗ്രാറ്റ്സ്, ഡോക്ടർ ആശാദേവി ചെറുചിരിയോട് പറയുന്നത് കേട്ട് ഷെറിൻ്റെ ശ്വാസം വിലങ്ങി. താൻ ഭയന്നതുപോലെ സംഭവിച്ചിരിക്കുന്നു. തൻ്റെ ഉള്ളിൽ നിസാമിൻ്റെ രക്തം തുടിച്ചു തുടങ്ങിയിരിക്കുന്നു. പിന്നെ ആ ഡോക്ടർ പറഞ്ഞതൊന്നും അവൾ കേട്ടതേയില്ല. തലയ്ക്ക് ഗത്താക്കി കടന്നൽ കൂട്ടം ഇളകി പറക്കും പോലെ തണുത്ത മരവിച്ച് കാലുകളെ വലിച്ച് ഡോക്ടറുടെ ക്യാബിനിലേക്ക് പുറത്തേക്ക് നടക്കുമ്പോൾ ഷെറിൻ്റെ ഹൃദയത്തിൽ നോവിൻ്റെ തിരമാല ആർത്തിരമ്പി. ഇനി എന്തു ചെയ്യും? നിസാമിനെ വിളിച്ച് കാര്യം പറയണോ? അവൻ്റെ കുഞ്ഞ് തൻ്റെ ഉള്ളിലുണ്ടെന്ന് അറിയുമ്പോൾ ആ കുഞ്ഞിന് വേണ്ടിയെങ്കിലും അവൻ തന്നെ സ്വീകരിക്കുമോ? തൻ്റെ കുഞ്ഞിന് വേണ്ടി അവൻ്റെ കാലിൽ വീണ് യാചിക്കാനും ആ നിമിഷം അവൾ ഒരുക്കമാണ്. അപ്പോഴാണ് ഷെറിൻ്റെ മനസ്സിലേക്ക് റസിയയുടെ രൂപമെത്തിയത്. ഇതുപോലൊരു ഹോസ്പിറ്റലിൽ ഞാനും നിസാമും ചതി ഒളിപ്പിച്ചു വെച്ച് റസിയ എന്ന പാവം പെണ്ണിനെ കൂട്ടിക്കൊണ്ടുവന്ന നിമിഷങ്ങൾ ഓർമ്മയിൽ തെളിഞ്ഞു വന്നതും ഷെറിൻ്റെ ഹൃദയത്തിൻ്റെ ഏതോ ഒരു കോണിൽ കുറ്റബോധം തോന്നിത്തുടങ്ങി. അന്ന് റസിയയുടെ കണ്ണിൽ നിന്നും ഊർന്നിറങ്ങിയ ഓരോ തുള്ളിയും തൻ്റെ തലയിൽ ഒരു ശാപം പോലെ പതിച്ചതുകൊണ്ടാവും പഠിച്ചോൻ തനിക്ക് ഇങ്ങനെയൊരു വിധി തന്നതെന്ന് ഓർത്തുപോയി ഷെറിൻ. അന്ന് സ്വന്തം ഭാര്യയായ റസിയയുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടി ചതിക്കുരുക്കുകൾ ഉണ്ടാക്കിയവനാണ് നിസാം. അവനെപ്പോലൊരു നികൃഷ്ട ജീവിക്ക് ഒരിക്കലും തന്നോടോ തൻ്റെ കുഞ്ഞിനോടോ ഒരു അലിവോ സ്നേഹമോ തോന്നില്ലെന്ന് ഓർത്തവൾ നെറ്റിയിൽ വിരൽ ചേർത്ത് വെച്ച് അവിടെ കണ്ട് ചെയറിലേക്ക് ഇരുന്നു. വല്ലാത്തൊരു ദാഹം തൊണ്ടയെ വലച്ചു തുടങ്ങിയതും ബാഗ് തുറന്ന് അതിൽ കരുതിയ ബോട്ടിൽ വായിലേക്ക് കമഴ്ത്തി ഷെറിൻ. എന്നിട്ടും ഷെറിൻ്റെ ദാഹം ഒട്ടും ശമിച്ചില്ല. ഫോൺ എടുത്ത് വീണ്ടും അവൾ റിൻഷയെ വിളിച്ചു നോക്കി. അവൾ തൻ്റെ കോളെടുക്കില്ലെന്ന് കണ്ടതും നിരാശയോടെ ഷെറിൻ്റെ മുഖം മങ്ങി. ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്തൊരു തരം വെപ്രാളവും വിറയലും അവളെ പൊതിഞ്ഞിരുന്നു. ചെകുത്താനും കടലിനും ഇടയിൽപ്പെട്ടതുപോലൊരു അവസ്ഥ. വീട്ടിലേക്ക് പോകാനും തോന്നുന്നില്ല. പിന്നെ താൻ എങ്ങോട്ട് പോകും? അവൾ അറിയാതെ അവളുടെ കൈപ്പത്തി അടിവയറിൽ അമർന്നു. അപ്പോഴേക്കും അവളുടെ ഫോൺ ശബ്ദിച്ചു. റിൻഷിയാണ് വിളിക്കുന്നതെന്ന് കണ്ടതും പെട്ടെന്ന് ഫോൺ എടുത്ത് ചെവിയോട് ചേർത്തു. ഷെറിൻ, നീ ഹോസ്പിറ്റലിൽ പോയോ? അവൾക്കൊന്നും പറയാൻ ഇട കൊടുക്കാതെ റിൻഷ ആകാംക്ഷയോടെ ചോദിച്ചു. ഞാനിപ്പോൾ ഹോസ്പിറ്റലിലാണ് റിനു. ഡോക്ടറെ കണ്ടില്ലേ? കണ്ടു. ഞാൻ സംശയിച്ചത് ശരി തന്നെയാണ് റിനു. ഞാൻ ഗർഭിണിയാണ്.
ഷെറിൻ്റെ പതിഞ്ഞ വാചകം റിൻഷയുടെ കാതിൽ തുളച്ചു കയറി അവളിൽ വലിയൊരു ഞെട്ടലുണ്ടാക്കി. അല്ലാ, ഇനി ഇനി എന്ത് ചെയ്യാനാണ് നീ ഉദ്ദേശിക്കുന്നത്? നിസാം നിന്നെയും ഈ കുഞ്ഞിനെയും സ്വീകരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഷെറിൻ? ഇനി അവൻ സ്വീകരിച്ചാൽ തന്നെ ചതിയനായ അവൻ്റെ കൂടെ നിനക്കൊരു ജീവിതം വേണോ മോളെ? റിൻഷയുടെ ചോദ്യത്തിന് ഉത്തരമില്ലാതെ നിന്നുപോയി ഷെറിൻ. നിനക്കൊന്നും സംഭവിച്ചിട്ടില്ല. നീ ഡോക്ടറോട് നിൻ്റെ അവസ്ഥ പറയൂ, അവർ സഹായിക്കും നിന്നെ. ആ കുഞ്ഞിനെ നമുക്ക് വേണ്ട ഷെറിൻ. ഇന്ന് നീ അതിനെ വേണ്ടെന്ന് വെച്ച് നാളെ റംസാനെ വിവാഹം കഴിച്ച് നിനക്ക് നന്നായിട്ട് ജീവിക്കാം. റിനു! പരിസരം മറന്നൊരു അലർച്ചയായിരുന്നു ഷെറിൻ. അവിടെയുണ്ടായിരുന്ന ആളുകളുടെ നോട്ടം തൻ്റെ നേരെ ആണെന്നറിഞ്ഞതും ഷെറിൻ്റെ മുഖത്തൊരു വല്ലായ്മ നിറഞ്ഞു. പറ്റില്ല, എനിക്ക് പറ്റില്ല റിനു. എത്ര ലാഘവത്തോടെയാണ് നീ അതിനെ ഇല്ലാതാക്കാൻ ആവശ്യപ്പെടുന്നത്? ഞാനേ നിസാമിനെ വിളിച്ച് സംസാരിക്കാൻ പോവാ. എന്തോ അവൻ എന്നെ സ്വീകരിക്കുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ട്. ഷെറിൻ തൻ്റെ കുഞ്ഞിന് വേണ്ടി സ്വാർത്ഥയായ ഒരു ഉമ്മയായി മാറി. അന്ന് റസിയ അനുഭവിച്ച അതേ ഹൃദയവേദനയോടെ അവൾ ആ ഹോസ്പിറ്റൽ വരാന്തയിൽ നിന്നു. എനിക്കുമ്പോൾ നിന്നോട് സംസാരിക്കാൻ വയ്യ റിനു. ഞാനിപ്പോൾ അനുഭവിക്കുന്ന വേദന നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇനിയും റിൻഷിയോട് സംസാരിച്ചാൽ തൻ്റെ കുഞ്ഞിനെ തനിക്ക് നഷ്ടപ്പെടുമെന്ന തോന്നലിൽ ഷെറിൻ കോൾ കട്ടാക്കി കളഞ്ഞു. ഇല്ല, ആർക്കും തന്നെ മനസ്സിലാവില്ല. മുൻപ് തന്നെപ്പോലൊരു പെണ്ണിൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ കൂട്ടുനിൽക്കുമ്പോൾ അവളുടെ വേദന തനിക്ക് മനസ്സിലായിരുന്നില്ലല്ലോ. അപ്പോൾ തൻ്റെ മുന്നിലുള്ളത് തൻ്റെ പ്രണയം മാത്രമായിരുന്നു. ഇന്ന് കാലം ആ അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നു. എന്തിനോ ഷെറിൻ്റെ ഉള്ളം വല്ലാതെ നീറി. അവൾ നിസാമിൻ്റെ നമ്പർ തൻ്റെ ഫോണിൽ പരതി കണ്ടെത്തി. ആ നമ്പറിലേക്ക് കോൾ ചെയ്തവൻ അവൻ്റെ സ്വരത്തിനായി കാതോർക്കുമ്പോൾ അവളുടെ ഉടലിനൊപ്പം ബാഗിനകത്ത് വെച്ച പ്രഗ്നൻസി ടെസ്റ്റ് റിപ്പോർട്ടും വിറകൊണ്ടു. അപ്പുറത്തെ ആരോ ഫോണെടുത്തത് അറിഞ്ഞതും അവളുടെ ചുണ്ടുകൾ വിറയിലൂടെ ചലിച്ചു തുടങ്ങി. നിച്ചു, നീ ഇപ്പോൾ എവിടെയാ? ഞാൻ അങ്ങോട്ട് വരട്ടെ. എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ഞാൻ പ്രഗ്നൻ്റ് ആണ് നിച്ചു. നിൻ്റെ രക്തമാണ് എൻ്റെ ഉദരത്തിൽ തുടിക്കുന്നത്. നമ്മുടെ കുഞ്ഞിന് വേണ്ടി നമുക്ക് പിണക്കമെല്ലാം മറക്കാം. ഞാനിന്ന് തന്നെ നമ്മുടെ കാര്യം എൻ്റെ വീട്ടിൽ പറയാൻ പോവാ. നീയും നിൻ്റെ ഉമ്മയോടും ബാപ്പയോടും സംസാരിക്കട്ടോ. എനിക്കിനി കാത്തിരിക്കാൻ വയ്യ. നമുക്ക് എത്രയും വേഗം വിവാഹം കഴിക്കാം നിച്ചു. ശ്വാസം പോലും വിടാതെ അവൾ എന്തൊക്കെ ഒരു ഭ്രാന്തിയെ പോലെ പറഞ്ഞൊപ്പിച്ചു. ഹലോ, ആരാ? അംസയുടെ പരുക്കൻ സ്വരം കേട്ട് ഷെറിൻ ഒട്ടൊരു പകപ്പോടെ ഫോണിലേക്ക് നോക്കി. ഒരു വേള തനിക്ക് നമ്പർ മാറിപ്പോയോ എന്ന സംശയം തോന്നിപ്പോയി അവൾക്ക്. ഇല്ല, നിസാമിൻ്റെ നമ്പർ തന്നെയാണെന്ന് ഉറപ്പിച്ചു. ഹലോ നിച്ചു, ഒരിക്കൽ കൂടി വിളിച്ചു. നീ ഏതാണ് പെണ്ണെ? ഹംസ ഒട്ടും മയമില്ലാത്ത സ്വരത്തിൽ ചോദിച്ചു. ഇത് നിസാമിൻ്റെ ഫോണല്ലേ? അവനെവിടെ? അവൻ്റെ കയ്യിലൊന്ന് ഫോൺ കൊടുക്കാവോ? എനിക്ക് അവനോടാണ് സംസാരിക്കാനുള്ളത്. നീ അവൻ്റെ ആരാണെങ്കിലും അവനോടിപ്പോൾ സംസാരിക്കാൻ പറ്റില്ല. അവനൊരു ആക്സിഡൻറ്റ് പറ്റി ഹോസ്പിറ്റലിലാണ്. ഞാനേ അവൻ്റെ ബാപ്പയാണ്. അവനോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ എന്നോട് പറയാം. തൻ്റെ അവസ്ഥ നിസാമിൻ്റെ വീട്ടുകാരോട് അറിയിക്കാൻ പറ്റിയ അവസരമാണിതെന്ന് ഓർത്തവൾ മുൻപും പിൻപും ചിന്തിക്കാതെ എല്ലാ കാര്യവും ഹംസയോട് തുറന്നു പറഞ്ഞു. നിസാം ഓക്കെ ആയാൽ ഉടനെ ഞങ്ങളുടെ വിവാഹം നടത്തി തരണമെന്നും അപേക്ഷയോടെ പറഞ്ഞു ഷെറിൻ. ആദ്യമൊന്ന് നെട്ടിയെങ്കിലും ഹംസയുടെ ചുണ്ടിൽ പുച്ഛം നിറഞ്ഞൊരു ചിരിയുണ്ടായി. എന്തോ തമാശ കേട്ട ലാഘവത്തോടെ അയാൾ പതഞ്ഞു ചിരിക്കുന്നത് ഷെറിനും കിട്ടും. കുട്ടി എന്തൊക്കെയാണ് പറയുന്നത്? ആൺകുട്ടികളാവുമ്പോഴേ അവർക്ക് ടൈം പാസിന് പെൺകുട്ടികളോട് ചിരിച്ചെന്നും മുട്ടിയിരുമ്പോൾ നടന്നൊക്കെ ഇരിക്കും. നിക്കാഹ് കഴിയും മുമ്പ് ഒരു പുരുഷൻ്റെ മുമ്പിൽ കിടന്നു കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ എന്താ അയ്യേ മോശം. കുട്ടി അത് സൂക്ഷിക്കേണ്ടതല്ലേ? അറിയാലോ, മുള്ളിലയിൽ ഉരസിയാൽ പരിക്ക് ഇലക്ക് മാത്രമായിരിക്കും. ഇനിയിപ്പോൾ ഒരു ചെവി അറിയാതെ അതങ്ങ് കലക്കി കളയാൻ നോക്ക് കൊച്ചേ എന്ന് പറഞ്ഞയാൾ പൊട്ടിച്ചിരിച്ചു. അയാളുടെ വാക്കുകൾ കേട്ട് നെട്ടിത്തെറിച്ചു പോയി ഷെറിൻ. നിങ്ങളൊരു ബാപ്പയാണോ? സ്വന്തം മകൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ പറയാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു? അതിനോട് ഇത്തിരി പോലും മനുഷ്യപ്പറ്റി തോന്നുന്നില്ലേ നിങ്ങൾക്ക്? സ്വഭാവം വീണ്ടെടുത്തവൾ പൊട്ടിത്തെറിച്ചു. ഛീ, നിർത്തടി ചൂലേ. ഹംസയുടെ അലർച്ച ഒരു മുഴക്കത്തോടെ ഷെറിൻ്റെ കാതിലേക്കെത്തി. നീ എന്ത് കരുതിയടി? നീ ഒന്ന് കരഞ്ഞു വിളിക്കുമ്പോഴേക്കും നിന്നെ ഞാൻ എൻ്റെ മരുമകളായി വാഴിക്കുന്നോ? എൻ്റെ മകനെ വശീകരിച്ചെടുത്ത് ചുളിവിലൊരു ട്രോഫിയും വാങ്ങിച്ച് പതിയെ അവൻ്റെ ഭാര്യാപദവിയിലേക്ക് കയറിപ്പറ്റാനുള്ള നിൻ്റെ മോഹം നടക്കൂല മോളെ. അതൊരിക്കലും നടക്കാൻ പോവില്ല.
നിന്നെപ്പോലെ തേവിടിച്ചയെ ഒരിക്കലും എൻ്റെ മോൻ വിവാഹം കഴിക്കില്ല. അംസയുടെ നാവിൽ നിന്ന് കേട്ടാലരക്കുന്ന വാക്കുകൾ തെറിച്ചു വീണു. ഏയ്, നിങ്ങൾ മര്യാദക്ക് സംസാരിക്കണം കേട്ടോ. അതും പറഞ്ഞുകൊണ്ട് ഷെറിൻ ശ്വാസം കിതച്ചു തള്ളി. ഓ പിന്നെ ഒരു മര്യാദക്കാരി വന്നിരിക്കുന്നു. കിട്ടുകഴിഞ്ഞൊരു ചെറുക്കൻ്റെ പിറകെ കൂടി വളച്ചെടുത്ത് അവന് വേണ്ടി പാവിരിച്ചതല്ലേടി നിന്റെ മര്യാദ. അങ്ങനെയുള്ള നിന്നെ ഞാൻ പിന്നെ പുണ്യാളത്തി എന്ന് വിളിക്കണോ? ആണുങ്ങളെ കരക്കെടുക്കാൻ നടക്കുന്ന നിന്നെയൊന്നും ഞാൻ എൻ്റെ കുടുംബത്തിൻ്റെ ഏലെത്ത് പോലും അടുപ്പിക്കത്തില്ലേടി പുന്നാര മോളെ. ഹംസ ആക്രോശിച്ചു. ഏയ്, എനിക്ക് നിങ്ങളോടൊന്നും സംസാരിക്കാനില്ല. നിസാമിനെയാണ് ഞാൻ സ്നേഹിച്ചത്. നിങ്ങൾക്ക് എന്നെ മനസ്സിലായില്ലെങ്കിലും അവന് എന്നെ മനസ്സിലാവും. എനിക്ക് പറയാനുള്ളത് ഞാൻ അവനോട് പറഞ്ഞോളാം. അയാളോട് സംസാരിച്ചു നിൽക്കാനുള്ള ശേഷിയില്ലാതെ ഒടുവിൽ ഷെറിൻ തോൽവി സമ്മതിച്ച് കോൾ കട്ടാക്കി തളർച്ചയോടെ നേരത്തെ ഇരുന്ന ചെയറിലേക്ക് തന്നെ ഇരുന്നു. ഹംസ പറഞ്ഞ വാക്കുകൾ ഓരോന്നും അവളുടെ കാതിന് ചുറ്റും വട്ടം കറങ്ങിക്കൊണ്ടിരുന്നു. എല്ലാത്തിനും കാരണം റസി എന്ന പാവം പെൺകുട്ടിയുടെ കണ്ണീരാണെന്ന് ഓർത്തതും ഷെറിന് സമനില തെറ്റിത്തുടങ്ങി. അന്ന് അവൾ കടന്നുപോയ അതേ വിഷമത്തിലൂടെയാണ് താനും സഞ്ചരിക്കുന്നതെന്ന് ഭ്രാന്തമായി ചിന്തിച്ചു ഷെറിൻ. അയാളൊരു മനുഷ്യനാണോ? വെറുതെയല്ല മകൻ്റെ സ്വഭാവം ഇത്ര വെടക്ക് കെട്ടായത്. ഇയാളുടെ വിത്തല്ലേ? ഷെറിന് വല്ലാതെ തല പെരുത്തു തുടങ്ങി. ഇനി എന്തു ചെയ്യുമെന്നറിയാതെ അവൾ വട്ടം കറങ്ങി. പിന്നെ രണ്ടും കൽപ്പിച്ചവൻ എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. വരുന്നതെന്തും നേരിടാനുള്ള ശക്തി ആർജിച്ചുകൊണ്ട് തന്നെ. രാവിലെ തന്നോട് പ്രണയം തുറന്നു പറഞ്ഞ് ആ ഒരുവനങ്ങ് പോയെങ്കിലും റസി ആ മധുരമുള്ള നിമിഷങ്ങളുടെ ലഹരിയിൽ തന്നെയായിരുന്നു. ഇത്ര പെട്ടെന്ന് ഷിബിക്ക് തന്നോട് ഇഷ്ടം പറയുന്നവൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഒരു വേള അതൊരു മധുര സ്വപ്നം മാത്രമായിരുന്നോ എന്നും ചിന്തിക്കുന്നുണ്ടവൾ. ഷിബിലിയുടെ ചുംബനത്തിൻ്റെ ചൂട് ഇപ്പോഴും തൻ്റെ കൺപോളകൾക്ക് മുകളിലുണ്ടെന്നൊരു തോന്നലിൽ അവളുടെ കവളുകൾ നാണത്താൽ ചുവക്കുന്നുണ്ട്. ഹൃദയത്തിൽ ഇതുവരെ തോന്നാത്തത്രയും സന്തോഷം ഉണ്ട്. എന്തിനു വേണ്ടിയാണോ? പതിവില്ലാതെ ഇന്ന് അവളുടെ മിഴികൾ ഇടയ്ക്കിടയ്ക്ക് ഭിത്തിയിൽ തറച്ചു വെച്ച വലിയ ക്ലോക്കിലേക്ക് നീളുന്നുണ്ട്. ഈ സൂചികൾക്ക് ഇന്ന് വേഗത കുറവാണോ എന്നൊരു കുറുമ്പോടെ ഓർക്കുമ്പോൾ അവളുടെ ഹൃദയത്തിൽ നിറയുന്നത്രയും അവളുടെ കാമുകനെ കാണാനുള്ള കൊതി തന്നെയായിരുന്നു. ഷിബിലിയുടെ അവസ്ഥയും ഏതാണ്ട് അങ്ങനെ തന്നെ. ഹൃദയം വീട്ടിൽ മറന്നു വെച്ച് വന്നതാണെന്ന് തോന്നും അവൻ്റെ ഓരോ പ്രവൃത്തിയും കണ്ടാൽ. ഷോപ്പിലിരിക്കുന്ന സമയത്തെല്ലാം അവൻ്റെ മനസ്സൊരു പട്ടം പോലെ റസിയ എന്ന പനിനീർ പുഷ്പത്തിന് ചുറ്റും പറക്കുകയായിരുന്നു. റൂമിൽ വന്നു കിടന്ന നിഷ്വ പിന്നെ എഴുന്നേറ്റ് പുറത്തേക്ക് വന്നതേയില്ല. ഇടയ്ക്ക് ഐഷുമയും സാബിറയുമൊക്കെ അവളെ വന്ന് വിളിച്ചെങ്കിലും തലവേദനയാണെന്നൊരു കള്ളവും പറഞ്ഞവൾ ആ മുറിയിൽ തന്നെ കിടന്നു. രാവിലെ കൺമുൻപിൽ കണ്ട കാഴ്ച അവളെ അത്രമേൽ തളർത്തിയിരുന്നു. ഷിബിക്കയുടെ കൂടെ മറ്റൊരു പെണ്ണ്. ഷിബിക്ക അവളെ ചേർത്ത് പിടിച്ച് ചുംബിക്കുന്നു. അത് കണ്ട് അവനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന മറ്റൊരു പെണ്ണൊരുത്തിയുടെ ഉലഞ്ഞതവൻ അറിഞ്ഞതുപോലും ഇല്ലല്ലോ. ആ നിമിഷങ്ങൾ ഓർക്കാൻ കൂടി വയ്യാതെ നിഷ്വ കണ്ണുകൾ ഇറുക്കെ പൂട്ടി തലയണയിലേക്ക് മുഖം പൂഴ്ത്തി വെച്ചു. ആ തലയണയോട് മാത്രം അവൾ തൻ്റെ സങ്കടം പറഞ്ഞു. അവളുടെ കണ്ണൊരുപ്പിനാൽ ആ തലയണ നനഞ്ഞു കുതിർന്നു. മനസ്സിൻ്റെ തളർച്ചയിൽ കരഞ്ഞു കരഞ്ഞ് എപ്പോഴും അവൾ മയക്കത്തിലേക്ക് വീണുപോയിരുന്നു. വൈകുന്നേരം റസിയ അവളുടെ മുറിയിലേക്ക് വന്നു. ആ പെൺകുട്ടിയുടെ സങ്കടത്തിൽ അല്പം ആശ്വാസമേകാനെങ്കിലും തനിക്ക് കഴിഞ്ഞാലോ? അവളുടെ കൂടെ നിന്ന് ഒരു കൂടപ്പിറപ്പിൻ്റെ സ്നേഹം നൽകി അവളെ ഈ പ്രതിസന്ധിയിൽ നിന്നൊക്കെയും പുറത്തു കൊണ്ടുവരാൻ റസിയ അതിയായി ആഗ്രഹിച്ചു. അപ്പോഴൊന്നും അവൾ അറിഞ്ഞില്ല നിഷ്വയുടെ ഇപ്പോഴത്തെ സങ്കടത്തിൻ്റെ പ്രധാന കാരണം ഞാനാണെന്ന്. റസിയ വരുമ്പോൾ നിഷ്വ നല്ല മയക്കത്തിലായിരുന്നു. അവളെ ഉണർത്താതെ തിരിഞ്ഞു നടക്കാനൊരുങ്ങിയതും പെട്ടെന്ന് അവളുടെ കാലൊച്ച കെട്ടവൾ നെട്ടി ഉണർന്ന് പിടക്കുന്ന മിഴികൾ ഉയർത്തി റസിയെ തുറച്ചു നോക്കി. റസിയ അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. പക്ഷേ നിഷ്വയ്ക്ക് അവൾ തന്നെ നോക്കി കളിയാക്കി ചിരിക്കുന്നത് പോലെയാണ് തോന്നിയത്. റസിയ അതേ പുഞ്ചിരി മായാതെ അവളുടെ അടുത്തേക്കിരുന്നതും നിഷ്വ ബെഡിൽ നിന്ന് ചാടി എഴുന്നേറ്റു. എന്താ എന്താ നിങ്ങൾക്ക് വേണ്ടത്? ഇനിയും എന്നെ നോവിച്ച് മതിയായില്ലേ? ഒരു ശത്രുവിനോടെന്ന പോലെ ചോദിക്കുമ്പോൾ നിഷ്വയുടെ ശബ്ദം നോവ് തിങ്ങി ഇടറിപ്പോയി. അവളുടെ ഭാവം കണ്ട് റസിയയുടെ ചുണ്ടിലെ ചിരി മാഞ്ഞു. അവൾ ഇരുന്നിടത്ത് നിന്ന് അറിയാതെ എഴുന്നേറ്റു. മോളെ ഞാൻ എന്ത് ചെയ്തു എന്നാ? റസിയ അന്താളിപ്പോടെ നിഷ്വയെ നോക്കി ചോദിച്ചു. നിങ്ങൾക്കറിയില്ലല്ലേ? ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന പുരുഷനെ മറ്റൊരു പെണ്ണിൻ്റെ കൂടെ കാണുമ്പോഴുള്ള വേദന എന്തുമാത്രം ഉണ്ടാവുമെന്ന് നിങ്ങൾക്കറിയോ?
നഷ്വ വിതുമ്പി. എന്നാൽ റസിയയ്ക്ക് അവൾ പറയുന്നത് മനസ്സിലായില്ല. ഷിബിക്കയെ ഞാൻ എത്രമാത്രം സ്നേഹിച്ചിരുന്നുവെന്ന് നിങ്ങൾക്ക് അറിയുമോ? നഷ്വയുടെ ചോദ്യം ഒരു മുള്ളു പോലെ റസിയയുടെ ഹൃദയത്തിൽ വന്നിറക്കി. ഒരു നിമിഷത്തേക്ക് ശ്വാസം എടുക്കാൻ പോലും ഭയന്നു നിന്നുപോയി അവൾ. മരിക്കും മുമ്പ് എൻ്റെ ഉപ്പയും ഉമ്മയും ഒരുപാട് ആഗ്രഹിച്ചിരുന്നു എന്നെ ഷിബിക്കയുടെ ബീവിയായി കാണാൻ. എന്നെ കിനാവ് കാണാൻ പഠിപ്പിച്ചത് അവരാണ്. ഇവിടുത്തെ ഉമ്മയോടും എൻ്റെ ഉമ്മ അക്കാര്യം പറഞ്ഞതാണ്. എന്നിട്ടിപ്പോൾ നഷ്വ ബെഡിലേക്കിരുന്ന് ഇരുകൈയും കൊണ്ട് മുഖം പൊത്തി ഏങ്ങി കരിഞ്ഞു. അവൾക്ക് സങ്കടം സഹിക്കുന്നില്ല. അവളോട് എന്ത് പറയണമെന്നറിയാത്ത അങ്കലാപ്പോടെ നിൽക്കുമ്പോൾ എന്തിനോ ആ പെണ്ണിൻ്റെ കണ്ണുനീര് കണ്ടിട്ട് റസിയയുടെ ഉള്ളം നീറുന്നുണ്ടായിരുന്നു. അത്രയും നേരമുണ്ടായിരുന്ന പ്രണയത്തിൻ്റെ ഉൾത്തെടുപ്പും കുളിർമയെല്ലാം നഷ്വയുടെ കണ്ണുനീരിൽ ഒലിച്ചു പോയതുപോലെ റസിയ വല്ലാത്തൊരു വേദനയോടാണ് ആ മുറി വിട്ടിറങ്ങിയത്. നഷ്വ ഒരു പാവം പെൺകുട്ടിയാണ്. ഉപ്പയും ഉമ്മയും ഇല്ലാത്ത കുട്ടി. അവളുടെ ഇപ്പോഴത്തെ സങ്കടത്തിൻ്റെ കാരണം ഞാനാണെന്നോ? അപ്പോൾ താൻ ഒഴിഞ്ഞുകൊടുത്ത ആ കുട്ടിയെ ഷിബിക്ക വിവാഹം കഴിക്കോ? അങ്ങനെയാണെങ്കിൽ ആരുമില്ലാത്ത ആ കുട്ടിക്ക് ഒരു ജീവിതം കിട്ടൂലേ? യോഗ്യതയുടെ ത്രാസിൽ ഷിബിക്കയുടെ ബീവിയാൻ ഒരു മൂന്നാംകെട്ടുകാരിയെ തന്നേക്കാൾ എന്തുകൊണ്ടും അർഹത അവൾക്ക് തന്നെയല്ലേ? റസിയ എന്തൊക്കെയാണ് ആ നിമിഷങ്ങളിൽ ചിന്തിക്കുന്നത്? ഒരു കുഞ്ഞുറുമ്പിനെ പോലും വേദനിപ്പിക്കാൻ ഇഷ്ടപ്പെടാത്ത റസിയ തൻ്റെ പ്രണയത്തെ വിട്ടു കൊടുക്കാനും ആ നിമിഷം തന്നെ ആ വീട് വിട്ട് എങ്ങോട്ടെങ്കിലും ഓടിപ്പോകാനും തോന്നി അവൾക്ക്. ചിന്തയിൽപ്പെട്ടുഴറി കലങ്ങിയ മനസ്സുമായാണ് അവൾ ഹാളിലേക്ക് വന്നത്. റസിയ മുറി വിട്ട് ഇറങ്ങി പോയതും നഷ്വ പൊട്ടിക്കരിഞ്ഞുകൊണ്ട് ബെഡിലേക്ക് ഇരുന്നു. റസിയയോട് അത്രയൊന്നും കടുത്ത് പറയേണ്ടിയിരുന്നെന്ന് തോന്നി അവൾക്ക്. ആ പോയ പെൺകുട്ടിയോട് തനിക്കൊരു വൈരാഗ്യവുമില്ല. ഷിബിക്കയെ നഷ്ടപ്പെട്ടു വന്ന സങ്കടത്തിൽ പറഞ്ഞു പോയതാണ്. ഇനിയിപ്പോൾ റസിയ അക്കാര്യം ഷിബിലിയോട് പറയുമോ? പറഞ്ഞാൽ അവരെത്രമേൽ പ്രണയിക്കുന്നവരാണെങ്കിൽ തന്നോട് വെറുപ്പ് തോന്നില്ലേ? അഭയം തന്ന ജീവിതത്തിൽ താൻ അഹങ്കരിക്കുകയാണെന്ന് തോന്നില്ലേ? നഷ്വയുടെ മനസ്സും കലുഷിതമായി. കോളിംഗ് ബെൽ മുഴങ്ങിയത് കേട്ടാണ് റസിയ ചിന്തയിൽ നിന്നും പുറത്തു വന്നത്. അവൾക്ക് മുൻപ് ഐഷുമ്മ അങ്ങോട്ട് വന്ന് ഡോറ് തുറന്നിരുന്നു. ഉമ്മറത്ത് നിൽക്കുന്നവരെ ആദ്യം മനസ്സിലാകാതെ മുഖമൊന്ന് ചുളിഞ്ഞുവെങ്കിലും മുൻപ് എപ്പോഴോ കണ്ട ആ 4 മുഖങ്ങളെ ഓർത്തെടുത്തതും ഐഷുമ്മയുടെ മുഖം അല്പം മങ്ങി ഇരുണ്ടത് റസിയ ശ്രദ്ധിച്ചു. കയറിയിരിക്ക്. തെല്ല് കനത്തിൽ തന്നെ ഐഷുമ്മ വാതിൽക്കിൽ നിന്നങ്ങ് അകത്തേക്ക് നീങ്ങിയതും വന്നവർ അകത്തേക്ക് കയറി. ബാപ്പാ. ആദ്യം അകത്തേക്ക് കാലെടുത്ത് വെച്ച് നജീബിനെ കണ്ടതും റസിയയുടെ അതിരങ്ങൾ വിറയിലൂടെ മന്ത്രിച്ചു. അതിനോടൊപ്പം ഒരു തുള്ളി കണ്ണുനീർ കവിളിനെ ചുംബിച്ച് ഒഴുകിയിറങ്ങിയിരുന്നു. നജീബിന് പുറമെ സഫിയയും കാസിമും അയാളുടെ അകത്തേക്ക് കയറി. എത്രയൊക്കെ തന്നെ വേദനിപ്പിച്ചവരാണെങ്കിൽ ആ വന്നിരിക്കുന്നത് തൻ്റെ ഉമ്മയും ബാപ്പയും എളാപ്പയുമാണ്. നാളുകൾക്ക് ശേഷം അവരെ വീണ്ടും കണ്ടതും റസിയയുടെ തൊണ്ടക്കുഴിയിലേക്ക് ഒരു കരച്ചിൽ പിഴഞ്ഞെത്തി. മോളെ. സഫിയ റസിയയുടെ അടുത്തേക്ക് വന്ന് അലിവോടെ അവളുടെ കവിളിലൊന്ന് തലോടി. ഉമ്മയുടെ അരുമയായ തലോടലിൽ റസിയയുടെ മനം തുളുമ്പി. സത്യം മനസ്സിലാക്കാൻ ഞങ്ങളും വൈകിപ്പോയി മോളെ. വെറുമൊരു തെറ്റിദ്ധാരണയുടെ പുറത്താണ് അവർ നിന്റെ മേൽ അവിഹിതം ചുമത്തിയതെന്ന് അറിഞ്ഞപ്പോൾ നിന്നെ കുറ്റപ്പെടുത്തിയതോർത്ത് ഞങ്ങൾക്കും വല്ലാതെ സങ്കടമായി. അതാണ് സത്യം അറിഞ്ഞപ്പോൾ നിന്റെ അടുത്തേക്ക് ഓടി വന്നത്. നജീബ് അയാളുടെ ഭാഗം വ്യക്തമാക്കുന്നത് കേട്ട് ഐഷുമ്മയുടെ മുഖത്ത് പുച്ഛം നിറഞ്ഞു. ഇവരൊക്കെ സ്വന്തം ഉമ്മയും ബാപ്പയുമാണോ? സ്വന്തം മോളുടെ കണ്ണുനീരിനെ കാണാതെ മറ്റുള്ളവരുടെ വാക്കും കേട്ട് അവളെ ഉപേക്ഷിച്ച് കളയാൻ മാത്രം കണ്ണിൽ ചോരയില്ലാത്ത ദുഷ്ടക്കൂട്ടങ്ങൾ തന്നെ. ഐഷുമ്മ മനസ്സിൽ വെറുപ്പോടെ പറഞ്ഞു. പെണ്ണിനിപ്പോഴും ഒരു മാറ്റവും വന്നിട്ടില്ല അല്ലേ ഇത്ത? നമ്മളെ കണ്ടപ്പോഴേക്കും കരയുന്നത് കണ്ടില്ലേ? കാസിമിൻ്റെ ഭാര്യ റസിയെ നോക്കി ചിരിയോടെ വിലയിരുത്തി. എൻ്റെ മോൾ ഒരുപാട് വേദനിച്ചുല്ലേ? സാരില്ല മോളെ, എല്ലാം പടച്ചോന് 4-ാം മാസത്തിൽ നിനക്കായി എഴുതിയ വിധിയായിരിക്കും, സഫിയ വാത്സല്യത്തോടെ പറഞ്ഞു. അവളുടെ തലയിലൂടെ ഒഴിഞ്ഞു. പെട്ടെന്നൊരു തോന്നലിൽ റസിയ ഉമ്മയെ ചുറ്റിപ്പിടിച്ച് ആ നെഞ്ചിൽ മുഖമമർത്തി വിങ്ങി. ഇത്രയും നാൾ താൻ എവിടെയാണെന്ന് പോലും അന്വേഷിക്കാത്തവരോടുള്ള പരിഭവവും പിണക്കവും ആർത്തലച്ച് പുറത്തു വന്നത് അവളുടെ കണ്ണുകളിലൂടെയാണ്. തടഞ്ഞു നിർത്താൻ ആവാത്തവണ്ണം അത്രയും നാൾ നെഞ്ചിൽ ഉറഞ്ഞുകൂടെ കണ്ണുനീർ പുറത്തേക്കൊഴുകി. അവളുടെ ആ പ്രവൃത്തി കണ്ട് സഫിയയ്ക്ക് ചെറുതായി ഭീതി തോന്നി. കരഞ്ഞു പിഴിഞ്ഞ് അവൾ തൻ്റെ കൂടെ എങ്ങാനും പോരണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചാൽ പെട്ടത് തന്നെ. കരയല്ലേ മോളെ, ഞങ്ങൾ വന്നില്ലേ, പിന്നെ എന്തിനാണ് സങ്കടം? അന്ന് നിന്നോട് ദേഷ്യപ്പെട്ട് അങ്ങനെയൊക്കെ പറഞ്ഞുവെന്ന് വെച്ച് നീ ഞങ്ങളെ മോളല്ലാതാവില്ലല്ലോ. നിന്നെ ഓർക്കാത്ത ഒരു ദിവസം പോലും ഈ ഉമ്മയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. സഫി അവളെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചു.
ഇനിയിപ്പോൾ മുഫീദയുടെ വിവാഹത്തിന് 18 ദിവസം കൂടെയുള്ളൂ. അത് കഴിഞ്ഞാൽ നിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോകുമല്ലോ. പിന്നെ പിന്നെ എന്തിനാണ് മോളെ സങ്കടം? സഫിയ പറഞ്ഞതും റസിയ മുഖമുയർത്തി ഉമ്മയെന്ന് നോക്കി. പതിയെ ഉമ്മയെ ചുറ്റിയ കൈ അയച്ച് അവൾ പുറകിലേക്കൊന്ന് നീങ്ങി. അവളുടെ കണ്ണുകളിൽ തെളിഞ്ഞ ഭാവം. സ്വന്തം മാതാപിതാക്കളോട് തോന്നിയ പുച്ഛമാണോ അത് വേദനയായോ? ആശുമ ആ പെൺകുട്ടിയെ തന്നെ നോക്കുകയായിരുന്നു. എന്തേ, സന്തോഷമായില്ലേ നിനക്ക്? മുഫീദയുടെ വിവാഹം കഴിഞ്ഞാൽ പിന്നെ നിനക്ക് നമ്മുടെ തറവാട്ടിൽ കഴിയാലോ. അതുവരെ എൻ്റെ മോള് ഇവിടെ തന്നെ നിൽക്കെ. വിവാഹം കഴിഞ്ഞതിൻ്റെ പിറ്റേന്നാൾ ഉപ്പ വരും നിന്നെ കൂട്ടാൻ. അതും പറഞ്ഞ് സഫിയ നേരെ നോക്കിയത് ആശുമയുടെ മുഖത്തേക്കാണ്. ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ, എൻ്റെ മോളെ ഇറക്കി വിടാതെ ഇവിടെ തന്നെ നിർത്തിയതിന്. കുറച്ച് ദിവസം കൂടി അവളെ നിങ്ങൾ നോക്കണം. അല്ല, അത് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ലെന്ന് എനിക്കറിയാം. എന്നാലും സഫിയ നന്ദിയോടെ നോക്കി. അത് കേട്ട് ആയിഷും ഒന്ന് പുഞ്ചിരിച്ചു. ആ ചിരിയിൽ കലർന്ന പരിഹാസം ആ വന്നവരൊക്കെയും തിരിച്ചറിഞ്ഞു. റസിയ എൻ്റെ മോളായിട്ട് തന്നെയാണ് ഞാൻ ഇതുവരെ നോക്കിയിട്ടുള്ളത്. വ്യസനിക്കേണ്ട, ഇനിയും അത് അങ്ങനെ തന്നെയാവും. റസിയെപ്പോലെ തന്നെ അന്ന് എൻ്റെ മകനും അവിഹിത കേസിൽ പ്രതിയായിരുന്നു. എന്നിട്ടും വല്ലതും പറയുന്നത് കേട്ട് ഞാൻ എൻ്റെ മോനെ തള്ളിപ്പറയുകയോ ഇറക്കി വിടുകയോ ഒന്നും ചെയ്തിട്ടില്ല. 28 വർഷം വളർത്തി വലുതാക്കിയ എനിക്കറിയാലോ എൻ്റെ മോൻ്റെ സ്വഭാവം മറ്റേതിനേക്കാളും. പഠിച്ചവനെ മറന്ന് എൻ്റെ മോൻ ഹറാമായൊരു ബന്ധം തേടിപ്പോവില്ലെന്ന് എൻ്റെ കൽബിൽ ഉറപ്പുള്ളിടത്തോളം കാലം ആരെന്തൊക്കെ പറഞ്ഞാലും ഞാൻ എൻ്റെ മോനെ സംശയിക്കൂല. ആയിഷുമ്മയുടെ വാചകങ്ങൾ കൃത്യമായി ആ വന്നവരുടെ ചങ്കിൽ തന്നെ വന്ന് തറക്കുന്നുണ്ടായിരുന്നു. സഫിയുടെ മുഖം വിളറിപ്പോയി. ഒരു ഉമ്മയായിട്ടും തൻ്റെ മോളെ മനസ്സിലാകാത്ത തനിക്കിട്ട് കൊള്ളാൻ വേണ്ടിയാണ് ആ ഉമ്മ പറയുന്നതെന്ന് അവർക്ക് മനസ്സിലായിരുന്നു. പിന്നെ റസിയയുടെ കാര്യം, ചെയ്യാത്ത കുറ്റത്തിൻ്റെ പേരും പറഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടുകാരെ പോലെ സ്വന്തം വീട്ടുകാരും കൈയൊഴിഞ്ഞ ഈ പെൺകുട്ടിയുടെ നോവ് എനിക്ക് മനസ്സിലാവും. കാരണം ഞാനൊരു സ്ത്രീയാണ്, ഒരു പെൺകുട്ടിയുടെ ഉമ്മയാണ്, അതിലുപരി ഞാനൊരു മനുഷ്യനാണ്. ആയിഷുമ്മ പുച്ഛത്തോടെ പറഞ്ഞുകൊണ്ട് സഫിയുടെ മുഖത്തേക്ക് നോക്കി. സഫിയുടെ മുഖം അപമാനഭാരത്താൽ മണ്ണോളം താഴ്ന്നു പോയിരുന്നു. ഇൻഷാ അല്ലാഹ് ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും.